പാവപ്പെട്ട മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് എത്ര റുപ്യാണ്? നിങ്ങൾ എൻ്റെ പിന്നെ നന്മകൾ കാണുന്നില്ല, തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇത് നോക്കി, ഇത് എത്ര സ്ഥലമാണ്? ഇത് 3-3.5 ഏക്കറാണ്. മനസ്സിലായില്ലേ? ഇത് വലിയ സ്ഥലമാണിത്. ഇത് കാട് കൂടിയിട്ടാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ പെട്ടെന്ന് പിന്നെ 70 പെൺകുട്ടികളെ കെട്ടിച്ചു. 70 പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ? 18 മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. അതിനെ കുറിച്ചുള്ള യൂട്യൂബർമാരുണ്ട് കിട്ടില്ല. ഒരുപാട് 8 മക്കളെ ഏറ്റെടുത്തിട്ടു. മാസങ്ങളോളം പാവങ്ങൾക്ക് കായി കൊടുത്തു. അത് കേട്ടോ, അല്ലാഹു ഒരു മുതലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണ്ടേനു. ഇന്നും ഒരുപാട് പള്ളികള്, ഒരുപാട് മദ്രസകള്, ഒരുപാട് മക്കള്, ഒരുപാട് ആളുകള് എന്തുണ്ട് ഈ 100. അതൊക്കെ ഞാനൊരു നിമിത്തം മാത്രം. പക്ഷേ ഈ പൈസകളൊക്കെ തരുന്നത് ഈ ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ്. എനിക്കൊരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് ഈ വിനീതരെ നിങ്ങൾ കൂട്ടണം. പിന്നെ ചികിത്സക്ക് ആളുകൾ പറയും തങ്ങളെ അവിടെ വന്നിട്ട്. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു നടക്കും, ചില ആളുകൾ ശത്രുക്കൾ പറയുന്നുണ്ട് എന്റെ അമ്മയത്തെന്തോ കുട്ടിച്ചാത്തുണ്ട്. കുട്ടിച്ചാത്തൻ, ഈ കുട്ടിച്ചാത്തന്മാരെ പറഞ്ഞപ്പോ നടക്കുത്തരേ ഞാൻ പറഞ്ഞൊന്നും നടക്കും. ആൾക്കാർ പറയും, ചില ആളുകൾ പറയുന്നുണ്ട് എന്റെ അമ്മയത്ത് ജിന്നുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട് എനിക്ക് കറാമത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴും സ്വലാത്തുൽ ഫാത്തിഹ, അതൊരു ബറക്കത്താ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന അല്ലാഹു നിഅമത്ത് നൽകും. ഇപ്പം വിവാദങ്ങൾ കണ്ടില്ല യൂട്യൂബിലൂടെ. കഴിഞ്ഞ വർഷമൊക്കെ യൂട്യൂബർമാർ പോലും എന്നെ കണ്ട് ചിരിച്ചിട്ടുണ്ടോ? കാരണം മൊബൈൽ തുറന്ന് എന്റെ ഫോട്ടോ ഉള്ളൂ. മൊബൈൽ തുറന്ന് ഞാൻ കള്ളനാണ്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. പഠിച്ചോനെ, ഞാൻ എന്റെ സ്റ്റെയറിംഗ് ഞാൻ പിടിച്ചിട്ടില്ല. 14 പെണ്ണെട്ടി ഒരു പെണ്ണത്തിന് നോക്കാൻ വയ്ക്കില്ല. അതെന്നെ അറിയുന്ന ആളുകൾക്കറിയാം. 6 ഏക്കർ സ്ഥലം വാങ്ങി. അപ്പോ അങ്ങനെ ഒരു മൊബൈൽ തുറന്ന എന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭാഗ്യമുള്ളവനാ. അല്ല പരാജയപ്പെടുത്തുള്ള, പരാജയപ്പെടുത്താതിരിക്കട്ടെ. ഞാൻ ഒരാളെ പേടി 12